ഹായ് ഹലോ നമസ്കാരം. മലു മലയാള കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴുകി വൃത്തിയാക്കിയ ആവോലി മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 കിലോ ആവോലി മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 350-400 ഗ്രാമിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ട് വെയിറ്റ്. നമുക്കതിനൊന്ന് കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാല പിടിക്കാനായിട്ട് നമുക്കിതെങ്ങനെയൊന്ന് വരഞ്ഞു കൊടുത്തേക്കാം. രണ്ട് ഭാഗത്തും ഒരേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇത്രയും മതിയാവും. ഇതാ കണ്ടില്ലേ, രണ്ട് ഭാഗത്തും നല്ലപോലെ വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് മസാല പിടിക്കാൻ അത് എളുപ്പമാവും. നല്ല രീതിക്ക് മസാല അതിനകത്തേക്ക് തേച്ച് കൊടുക്കാൻ പറ്റും. മസാല പിടിപ്പിക്കാനായി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി അടുത്തത് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച കുരുമുളകാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആയിട്ട് കൊടുക്കാം. അടുത്തത് ഉപ്പാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ മാറ്റം വരുത്താം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത് ഒഴിച്ച് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്, അത് ഒഴിച്ച് കൊടുക്കാം. നാരങ്ങ ഇല്ലെങ്കിൽ അതേ അളവിൽ വിനാഗിരിയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏത് മീനിനും നമുക്ക് ഇതേ മസാല കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളുടെ മീനിലേക്ക് മസാല പുരട്ടി കൊടുക്കാം. മീനിനെ 2 വശം തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് മസാല എല്ലാ ഭാഗത്തും കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, നമ്മൾ ഈ തേച്ച് പിടിപ്പിച്ച മീനിനെ 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഏകദേശം ഒരു 1/2 മണിക്കൂർ. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ചൂടായ എണ്ണയിലേക്ക് മസാല പുരട്ടി വെച്ചാൽ നമ്മുടെ മീനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു വശം നമുക്ക് ഒരു 5-6 മിനിറ്റ് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം 6 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിടാം. ഓക്കെ, നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ തന്നെ ഒരു 5-6 മിനിറ്റ് നേരം ഒരു സൈഡ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 5-6 വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. മീനിന് നല്ല രുചിയും മണവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി 5-6 ചെറിയ ഉള്ളി, ചുവന്നുള്ളി നമുക്കിതേപോലെ ചതച്ചത് ഇട്ട് കൊടുക്കാം. മീനിൻ്റെ സൈഡിലോട്ട് ആ മസാലയിലേക്ക് ചേർന്ന് കിടക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് കുറച്ച് കറിവേപ്പിലയാണ്. നമുക്ക് അതും ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, വിതറി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മീനിന് നല്ല മണവും നല്ല രുചിയും കിട്ടുന്നുണ്ട് പറഞ്ഞല്ലോ. അത് ശരിയാണ്. കാരണം നമ്മൾ ഈ ഒരു രീതി കഴിക്കുന്നതും സാധാരണ രീതി കഴിക്കുമ്പോഴും രുചിയിൽ നല്ല വ്യത്യാസമുണ്ട്, മണത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഏകദേശം 6 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളുടെ ആവോലി മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എല്ലാവർക്കും ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.